വർക്കലയിൽ സ്കൂബ ടീം കടലിനടിയിൽ നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരക്ക് കപ്പൽ കണ്ടെത്തി. ഫെബ്രുവരി 2-ാം തീയതിയാണ് ഇവർ കടലിനുള്ളിൽ ചരക്ക് കപ്പൽ കണ്ടെത്തിയത്. അഞ്ചുതെങ്ങ് കോട്ടയ്ക്കും വർക്കലയ്ക്കുമിടയ്ക്ക് നെടുങ്കണ്ട എന്ന ഭാഗത്താണ് കടലിനുള്ളിൽ കപ്പൽ കണ്ടെത്തിയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വർക്കല തീരത്ത് മുങ്ങിത്താഴ്ന്ന ഡച്ച് ചരക്ക് കപ്പലാണെന്നാണ് കരുതുന്നത്. കപ്പൽ പൂർണ്ണമായും പായൽ കൊണ്ട് മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു. കപ്പലിനുള്ളിലേക്ക് പ്രവേശിച്ച് കൂടുതൽ പരിശോധനയ്ക്ക് സ്കൂബ ടീമിന് നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സാധ്യമല്ല. കടലിന്റെ ആഴം കൂടുതലായതിനാൽ സ്കൂബ ടീമിന് 20 മിനിറ്റ് മാത്രമേ കടലിനുള്ളിൽ കഴിയാൻ സാധിക്കുകയുള്ളൂ. കടലിനടിയിൽ കണ്ട കപ്പലിന് ഏകദേശം 48 മീറ്ററോളം നീളവും 12 മീറ്റർ ഉയരവും ഉള്ളതായി കണക്കാക്കുന്നു. ഞങ്ങൾ ഒരു സ്കൂബ ടീം ഡൈവ് ചെയ്യാൻ പോയതെന്ന് പറയുന്നത് 2-ാം തീയതിയാണ്. നമ്മളൊരു റൂട്ടീൻ ഡൈവ് എന്നുള്ള രീതിയിൽ, ഒരു എക്സ്പ്ലോഷൻ ഡൈവ് എന്നുള്ള രീതിയിൽ പോയതാണത്. നമ്മളന്ന് പോയി യാദൃശ്ചികമായാണ് ഇങ്ങനൊരു ഷിപ്പ് കാണുന്നതും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും. ഇപ്പോൾ ഇത് ഇവിടെയുള്ള ഫിഷർമാൻ, അഞ്ചുതെങ്ങ് ഭാഗത്തുള്ള ഫിഷർമാൻ പറയുന്നതനുസരിച്ച് അത് വളരെയധികം ഹിസ്റ്ററിക്കലി വാല്യുബിൾ ആയിട്ടുള്ള, അല്ലാതെ ഹിസ്റ്ററിക്കലി ഒരു റെലവൻസ് ഉള്ള ഒരു ഷിപ്പാണത്. അത് അവർ പറയുന്ന കഥ അനുസരിച്ച് അതൊരു ബ്രിട്ടീഷ് കാർഗോ ഷിപ്പായിരുന്നു. അത് ജാപ്പനീസ് സബ്മറീൻ വന്ന് ടോർപിഡോ ചെയ്തതായിട്ടാണ് അവർ പറയുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ ആ ഒരു ഷിപ്പിൻ്റെ സൈസ് ഏകദേശം ഒരു 100 മീറ്ററിന് അടുത്തുണ്ടാവും. നമ്മൾക്ക് ഒരൊറ്റ ഡൈവിൽ ആ പരിമിതികൾ കാരണം അത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു ടീം തന്നെ ഇതായിട്ട് തിരിച്ച് നമ്മൾ 2 ഭാഗത്തേക്കും പോവുകയും ഷിപ്പ് ഫുള്ള് കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഫുൾ ആൽഗയും കാര്യങ്ങളും കവറായതിനാൽ നമ്മൾ അതിൻ്റെ പേരോ ഡീറ്റെയിൽസോ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ മനസ്സിലാക്കാനായിട്ടില്ല. നമ്മൾ ഇനിയും അവിടെ ഡൈവ് ചെയ്യുകയും അതിൻ്റെ പേര് കണ്ടുപിടിക്കാനും അതിൻ്റെ എന്തെങ്കിലും നമ്പറോ അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് എന്തെല്ലാം കണ്ടെത്താനാകുമോ അതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത്ര ഒരു ഹിസ്റ്ററിക്കലി വാല്യുബിൾ ആയിട്ടുള്ള അത്രയൊരു ഇതായിട്ടുള്ളൊരു ഷിപ്പ് കാണുകയും അങ്ങനത്തെ ഒരു ഇത് കാണുമ്പോൾ നമ്മളുടെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. അതൊരാൾ അവർ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്താലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറയാനായിട്ട് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് ഏകദേശം ഇവിടെ വർക്കല പാപനാശം ബീച്ചിനും അഞ്ചുതെങ്ങിനും ഇടയിലായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളൊരു ഏകദേശം കരയിൽ നിന്ന് 10 കിലോമീറ്ററോളം ബോട്ടിൽ ട്രാവൽ ചെയ്തിട്ടാണ് അവിടെ പോയി ഡൈവ് ചെയ്തത്. സ്കൂബ ടീം ലീഡർ മെഷ്, മുഹമ്മദ് ആഷിഖ്, ഹാമിൽ, പ്രദീപ് എന്നിവരടങ്ങിയ 4-അംഗ സംഘമാണ് കടലിനടിയിലെ കപ്പൽ കണ്ടെത്തിയത്. കപ്പലിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി വീണ്ടും കടലിന്റെ അടിത്തട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് സംഘാംഗങ്ങൾ. നമ്മൾ എന്തുകൊണ്ട് അങ്ങോട്ടത്തേക്ക് ഈ ഡീപ്പിലേക്ക് പോയി, അല്ലെങ്കിൽ ഇത്ര ദൂരത്തേക്ക് പോയി എന്ന് വെച്ചാൽ, നമ്മൾ 2021 മുതൽ ഇവിടെ സ്കൂബ ഡൈവിംഗ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നോർമലി 10 മുതൽ 12 മീറ്റർ വരെയുള്ള സാധാരണ കസ്റ്റമറിന്, അതായത് ലെഷർ ഡൈവിനുള്ള ആൾക്കാരെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമ്മൾ കൂടുതൽ സർട്ടിഫൈഡ് ഡൈവേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി, അതായത് കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡൈവേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് പുതിയൊരു കുറച്ചുകൂടെ ആഴത്തിൽ, ഒരു 30 മീറ്റർ ആഴത്തിലുള്ള ഒരു ഡൈവ് സൈറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ പോയത്. അപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. ഇത് 45 മീറ്ററിലാണ്. അതായത് 33 മീറ്റർ മുതൽ ഇത് വിസിബിൾ ആയിരുന്നു. ഈ ഷിപ്പിന് ഒരു 12 മീറ്റർ പൊക്കം ഉള്ളതുകൊണ്ട് 33 മീറ്ററിൽ ഇത് വിസിബിൾ ആയിരുന്നു. നമ്മുടെ കൂടെ പങ്കെടുത്ത 4 പേരിൽ ഒന്ന് മെഷായിരുന്നു. രണ്ടാമത് ഉള്ളത് ഹാമിൽ, മുഹമ്മദ് ആഷിഖ്, പ്രതീഷ്, ഇത്രയും പേരാണ് ഇത് കണ്ടെത്തിയത്.
ഈ കപ്പലിന് നമ്മുടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ടീം ലീഡറുടെ അസംഷൻ അനുസരിച്ച് അതിൻ്റെ ഒരു പഴക്കം 80 മുതൽ 90 വർഷമായിരിക്കും. ഇതൊരു കാർഗോ ഷിപ്പായിരുന്നു. ഇതിന് ഒരു 12 മീറ്റർ പൊക്കവും ഒരു 48 മുതൽ 50 മീറ്റർ വരെ നീളവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോർമലി ഇപ്പോൾ ഇങ്ങനെ ഒരു ഡൈവിന് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബോട്ടം ടൈം, അതായത് അതിനടിയിൽ ചിലവഴിക്കാവുന്ന സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് വളരെ എന്തെങ്കിലും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഈ ഷിപ്പിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാനും അതിന് മറ്റുള്ള പരിശോധനകൾ നടത്താൻ കഴിയും. ഇതുവരെയുള്ള അസംഷനിൽ ഇതൊരു കാർഗോ ഷിപ്പാണ് എന്ന് മാത്രമാണ് ഇതിൻ്റെ നമ്മുടെ ഒരു അനുമാനം. കപ്പൽ കണ്ടെത്തിയ വിവരം ഏത് സർക്കാർ വിഭാഗത്തിനെയാണ് അറിയിക്കേണ്ടത് എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇവർ. ബീക്കൺ ന്യൂസ്, വർക്കല.